കുമിളിന്ന് കൊച്ചിയിലേക്ക് തേയിലത്തോട്ടമൊക്കെ കണ്ടുകൊണ്ട് വണ്ടിപ്പെരിയാറ് വഴി വളഞ്ഞങ്ങാനം വാട്ടർഫോൾസും കണ്ട് ഒരു മനോഹരമായ യാത്ര. വണ്ടർ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേക്കടിയിൽ വന്ന് നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് WGH പോയട്രി എന്ന് പറയുന്ന ഒരു അടിപൊളി റിസോർട്ടിലായിരുന്നു. ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരു 11 മണിയായപ്പോഴാണ് റൂം വെക്കേറ്റ് ചെയ്തത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് കുമിളിയിലേക്ക് വന്നത് ചെറുതോണി വഴിയാണെങ്കിൽ തിരിച്ചു പോകുന്നത് വണ്ടിപ്പെരിയാറ് വഴിയാണ്. കുമിളിയിൽ നിന്ന് കൊച്ചിയിലേക്ക് 153 കിലോമീറ്റർ ആണ് ഈ റൂട്ടിലൂടെ പോകുമ്പോഴുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഏകദേശം 4.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്ത് കൊച്ചിയിലെത്താൻ പറ്റും. നമ്മളെ റിസോർട്ടിൽ നിന്ന് കുമിളി ടൗൺ എത്തുന്നത് വരെ ഈ ഒരു ചെറിയ റൂട്ടിലൂടെ പോകുമ്പോൾ 2 സൈഡിലായിട്ട് നമുക്ക് ധാരാളം ചെറിയ ചെറിയ ഹോം സ്റ്റേകളും ഹോട്ടലുകളും പിന്നെ വലിയ റിസോർട്ടുകളും ഒക്കെ കാണാൻ കഴിയും. തേക്കടിയിൽ ധാരാളം സ്പൈസ് ഗാർഡനുകളും എലിഫന്റ് പാർക്കുകളും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ തേക്കടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. പെരിയാർ ടൈഗർ റിസർവിൽ ധാരാളം ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് തന്നെ സ്റ്റേ ഉണ്ട്. പിന്നെ അവിടുത്തെ മെയിൻ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്തൂടെയുള്ള ഒരു ബോട്ടിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ധാരാളം മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ബോട്ടിങ്ങിന് പോകാനുള്ള ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ടും എടുക്കാം, അല്ല ഡയറക്റ്റ് അവിടെ പോയിട്ട് എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ചില സമയങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ വരെ വരാം. വണ്ടിപ്പെരിയാർ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഗവി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടത്. തേക്കടിയിൽ നിന്ന് വണ്ടിപ്പെരിയാറേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് വേണം ഗവിയിലേക്ക് പോകാൻ. ഗവിയിലോട്ട് നമുക്ക് അങ്ങനെ വെറുതെ ഒന്നും കയറി പോകാൻ പറ്റില്ല. ഫോറസ്റ്റിന്റെ സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം. ഒരു ദിവസം ഇത്ര വണ്ടി മാത്രമേ കയറ്റി വിടുള്ളൂ എന്നൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വെള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു വണ്ടി അങ്ങോട്ട് വളച്ചു. ഇത് ഗവിയിലേക്ക് മാത്രം പോകുന്ന വഴിയല്ല, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് സത്രം ഒക്കെ പോകാൻ പറ്റും. സത്രം പോകണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ജീപ്പോ ഓഫ് റോഡ് വണ്ടികൾ ഏതെങ്കിലും വേണം. ഈ ഒരു വണ്ടി വെച്ച് നമുക്ക് സത്രം ഒന്നും പോകാൻ പറ്റില്ല. തേക്കടിയിൽ നിന്ന് ധാരാളം ജീപ്പുകൾ നമുക്ക് സത്രം പോകാൻ വേണ്ടി ലഭിക്കും. ഒരു 2000-3000 രൂപക്കൊക്കെ നമുക്ക് സത്രം പോയി വരാൻ പറ്റും. ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പതിയെ വണ്ടി അങ്ങ് വളച്ചു. ഗവിയിൽ പോകാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ ഒരു മൂഡ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വണ്ടി വളച്ചു. വീണ്ടും നമ്മൾ വണ്ടിപ്പെരിയാർ വഴി കൊച്ചിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. വണ്ടിപ്പെരിയാറിന് ഏകദേശം 36 മിനിറ്റോളം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ കുട്ടിക്കാനെത്തുന്നത്. കുട്ടിക്കാനത്തുനിന്ന് കോട്ടയം പോകുന്ന റൂട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതല്ലാതെ റൈറ്റിലേക്ക് നമുക്ക് റോഡ് കാണാൻ കഴിയും. അതിലൂടെ പോവുകയാണെങ്കിൽ വാഗമണ്ണ് വെറും 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വാഗമണ്ണ് പോയി കഴിഞ്ഞാൽ മൊട്ടക്കുന്നും പൈൻ ഫോറസ്റ്റും
അവിടെ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ വരുന്ന വഴിക്കാണ് ഇല്ലിക്കൽ കല്ലും ഇലവീഴ പൂഞ്ചിറയും ഒക്കെയുള്ളത്. നിങ്ങളെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലൂടെ വരുമ്പോൾ പല സ്ഥലങ്ങളും ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പ് കോട്ടയത്ത് നിന്ന് കുട്ടിക്കാനം വഴി വാഗമണ്ണ് പോയി വാഗമണ്ണൊക്കെ കറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഇല്ലിക്കലിലൊക്കെ പോയ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവര് എന്തായാലും പോയി കാണണം. ഞാൻ എൻ്റെ എല്ലാ യാത്രകളും വന്ന വഴി തിരിച്ചു പോവാതെ പുതിയൊരു റൂട്ടിലൂടെ തിരിച്ച് വീടെത്താൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ വന്ന വഴി തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ വന്ന സ്ഥലത്ത് വെച്ച് നമ്മളെ യാത്ര അവസാനിക്കുകയാണ്. പിന്നെ ഒരു മടങ്ങിപ്പോക്കാണ്. നമ്മൾ കണ്ട കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. പക്ഷെ ഇതാവുമ്പോൾ നമ്മൾ തുടങ്ങിയെടുത്തുനിന്ന് തിരിച്ചെത്തുന്ന വരെ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളാണ് കിട്ടുന്നത്. കുട്ടിക്കാനത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എത്താൻ പറ്റും. വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൽ അധികം ആളുകളും ഒരു ടീ ബ്രേക്ക് എടുക്കാറുണ്ട്. നമ്മളും എടുത്ത ഒരു ടീ ബ്രേക്ക് എടുത്തത് കൊണ്ട് തന്നെ ആ ഒരു വാട്ടർഫോൾസിന്റെ ഭംഗിയും അതിന്റെ താഴെയൊക്കെ ഇറങ്ങി ഒന്ന് ആസ്വദിച്ചു. വെള്ളച്ചാട്ടത്തിനടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തു വീണ്ടും യാത്ര തുടങ്ങി. മുണ്ടക്കായം വരെ നമ്മൾ ചുരം ഇറങ്ങി പോകണം. പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം പൈനാപ്പിൾ തോട്ടമെല്ലാം കാണാൻ കഴിയും. ഈ ഒരു യാത്രയിൽ കുട്ടിക്കാനത്തായിരുന്നു നമ്മൾ കുറച്ച് കോടയൊക്കെ കണ്ടത്. ഈ ഒരു യാത്രയിൽ നമ്മൾ പല തോട്ടങ്ങളും കണ്ടു. ഏലം തോട്ടവും തേയിലത്തോട്ടവും പൈനാപ്പിൾ തോട്ടവും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബറും തോട്ടത്തിന്റെ നടുവിലൂടെയാണ്. നിങ്ങളൊരു ഉച്ച സമയത്താണ് ഇതുവഴി പോകുന്നതെങ്കിൽ ഫുഡ് കഴിക്കാൻ നിർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് പാല വഴി പാസ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ഷാപ്പുകളും ഒക്കെ കാണാൻ കഴിയും. നമ്മൾ വരുന്ന വഴിക്ക് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് ഒട്ടും വിശക്കുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കൊച്ചിയിലേക്കുള്ള യാത്ര തുടർന്നു. വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൽ നിന്ന് കാക്കനാട് വരെ 100 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 3 മണിക്കൂറോളം വരുന്ന ഒരു യാത്രയായിരുന്നു. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെറുതോണി പോയി ചെറുതോണി ഡാമിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് കട്ടപ്പന വഴി കുമളിയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് നമ്മൾ ധാരാളം ഏലം തോട്ടങ്ങളെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. തേക്കടിയിലെത്തി നമ്മൾ സ്റ്റേ ചെയ്തത് WGH പോയട്രി എന്ന് പറയുന്ന മനോഹരമായ ഒരു റിസോർട്ടിലായിരുന്നു. അവിടെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തു. രാവിലെ ചെക്കൗട്ട് ചെയ്തു. തേക്കടിയിൽ നിന്ന് വണ്ടിപ്പെരിയാർ കുട്ടിക്കാനം വഴി പല വഴികളും കണ്ടു, പല റൂട്ടുകളും കണ്ടു, പല കൃഷിഭൂമികളും കണ്ടു, തേയിലത്തോട്ടങ്ങളും കണ്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു ട്രാവൽ സീരീസിന്റെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പുതിയ പുതിയ ലൊക്കേഷനുകളും പുതിയ പുതിയ യാത്രകളുമായിട്ട് ഇനിയും വരും. സ്റ്റേ ട്യൂൺഡ്. ബൈ.